ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ലീനിയർ ഇക്വേഷൻസിൻ്റെ കുറേയേറെ ബേസിക്സ് എല്ലാം പറഞ്ഞായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് തന്നെ ലീനിയർ ഇക്വേഷൻസ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്ന ഏരിയാസും പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം, കുറേ ഫാക്ട്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ടാബ്ലേറ്റ് ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് x-2y = 0യും 3x + 4y - 20 = 0. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ax1 ax + by + c = 0 ഈ ഒരു ഫോമിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. ഇവിടുത്തെ എക്സ് എന്ന് ഓരോന്നും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇക്വേഷനായ x - 2y = 0, 3x + 4y - 20 = 0. ഇവിടെ a1 എന്ന് പറയുന്നത് 1 ആണ്, b1 എന്ന് പറയുന്നത് -2 ആണ്, c1 എന്ന് പറയുന്നത് 0 ആണ്, a2 എന്ന് പറയുന്നത് 3, b2 എന്ന് പറയുന്നത് 4, c2 എന്ന് പറയുന്നത് -20 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവിടെ ഒരു റേഷ്യോ കണ്ടുപിടിച്ചിരുന്നുണ്ട്, a1/a2, b1/b2, c1/c2. ഈ a1/a2ഉം c1/c2, ഇനി ഇൻ കേസ് ഈ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2, ഇവിടുത്തെ കേസ് നോക്കാം. 1/3 -2/4 ഇത് രണ്ടും ഈക്വൽ അല്ല. സോ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇവ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അതായത് ഈ രണ്ട് ലൈൻസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യും. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എക്സാക്ട്ലി വൺ സൊല്യൂഷൻ, ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇൻ കേസ് ഇതേപോലെ അടുത്ത ഇക്വേഷൻ കണ്ട് 2x + 3y - 9 = 0. അപ്പോൾ ഇവിടെ a1 എന്ന് പറയുന്നത് 2, b1 എന്ന് പറയുന്നത് 3, c1 എന്ന് പറയുന്നത് -9, a2 എന്ന് പറയുന്നത് 4, b2 എന്ന് പറയുന്നത് 6, c2 എന്ന് പറയുന്നത് -8. അപ്പം ഇവിടെ a1/a2 2/4 3 ഇത് രണ്ടും ഈക്വലാണ്. ഇത് ഏതിനോട് ഈക്വലാണ്? c1/c2നോട് ഈക്വലാണ്. അതായത് a1/a2 = b1/b2 = c1/c2. അതായത് എല്ലാ കോഎഫിഷ്യൻറ്റുകളും റേഷ്യോസ് ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ കോഇൻസിഡൻറ്റ് ലൈൻസ്. എന്തായിരിക്കും കോഇൻസിഡൻറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, കോയിൻസൈഡ് ചെയ്ത് പോകുന്ന ലൈൻസാണ് ഇത്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അതായത് ഇങ്ങനെ പോകുന്ന ലൈൻസ്. അതിപ്പം വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്തത് ഇത് ഈക്വൽ അല്ല. അതായത് ഒരു കേസ് എന്ന് പറയുന്നത് a1/a2 = b1/b2 ആണ്. പക്ഷെ അത് എന്തിനോട് ഈക്വൽ അല്ല? c1/c2. അപ്പോൾ ഇത് പാരലൽ ലൈൻസാണ്. പാരലൽ ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? അത് പാരലൽ ലൈൻസിന് എന്തില്ല? സൊല്യൂഷൻസ് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ ആ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. സോ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചെയ്യാം. Check graphically where the pair of equations are consistent. അപ്പോൾ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. x + 3y = 6 ഇംപ്ലൈസ് x + 3y - 6 = 0. ഈ ഒരു ഫോമിൽ എഴുതണം എപ്പോഴും.
അടുത്ത 2x മൈനസ് 3y ഈക്വൽ ടു 12. അപ്പോൾ എന്തായിരിക്കും? 2x മൈനസ് 3y മൈനസ് 12 ഈക്വൽ ടു 0. സോ പറയും a1 എന്താണ്? 1, b1 3, c1 മൈനസ് 6, a2 2, b2 മൈനസ് 3, c2 മൈനസ് 12. നോക്കിക്കേ, a1 ബൈ a2 എന്താണ്? 1/2. b1 ബൈ b2 എന്താണ്? 3 മൈനസ് 3 ഈക്വൽ ടു -1 എന്ന് എഴുതാം. c1 ബൈ c2 എന്താണ്? -6 മൈനസ് 12. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം ഇവിടെ നിന്ന്? എന്താണ്? വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ദാറ്റ് വി ഹാവ് ഗോട്ട് ഫ്രം ഹിയർ? പറയും. ഇവിടെ ഇത് ഈക്വൽ അല്ല. അപ്പം നമുക്കിനി അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടി, നമുക്കിനി അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് ഗ്രാഫിക്കലിയാണ് സാധാരണ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ആദ്യം x + 3y ഈക്വൽ ടു 6 അല്ലേ? നിങ്ങൾ ബോക്സ് ഇങ്ങനെ വരച്ച് പഠിക്കാൻ ചെയ്യണം. x y while x ഈക്വൽ ടു 0, x 0 ആകുമ്പോൾ ഈ ടേം പോകും, ഈ ടേം പോകും, പോയിട്ട് 3y ഈക്വൽ ടു 6. അപ്പോൾ y ഈക്വൽ ടു 2 കിട്ടും. ഇനി y 0 ആകുമ്പോൾ 3y ടേം പോകും, ബാക്കി x ഈക്വൽ ടു 6. അപ്പോൾ പോയിന്റ് ഏതൊക്കെയാണ്? 0 2ഉം 6 0. അടുത്തത് 2x മൈനസ് 3y ഈക്വൽ ടു 12. പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? എക്സ് വൈ. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ -3y ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ -4 എന്ന് കിട്ടും. 0 കൊടുക്കുമ്പം 3y ടേം 0 ആയിപ്പോൾ 2x ഈക്വൽ ടു 6. നമുക്ക് കിട്ടുന്നത് 0 - 4ഉം 6 0. നമ്മൾ അപ്പോൾ ഈ പോയിന്റ്സ് വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. തേണ്ട ഇവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ? 0 2ഉം 6 0 കൂടെയും ദെൻ ഇത് കണ്ടോ? അപ്പോൾ ഈ രണ്ട് ലൈൻസ് എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു? തേണ്ട ഈ പോയിന്റിൽ ഇൻസെക്റ്റ്, അതായത് 6 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പം ഈ രണ്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 6ഉം y ഈക്വൽ ടു 0 ആണ് എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? ഇഫ് സോ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. From the pair of linear equations in the following problems, find their solutions graphically. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 10 students of class 10 took part in mathematics quiz. If the number of girls is 4 more than number of boys, find the number of boys and number of girls who took part in the quiz. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് let x be the number of girls. ഇപ്പോൾ ബോയ്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ y എടുക്കാം. നമ്പർ ഓഫ് ബോയ്സ് ബി y എന്ന് എടുക്കാം. നമുക്കിവിടെ പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൊണ്ടുവരേണ്ടതുകൊണ്ടാണ്. ലെറ്റ് y be the number of boys. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് പേരൂടെ ചേർന്നാൽ എന്ത് കിട്ടും? നമുക്ക് 10 കിട്ടും. അതേപോലെ ഇവ തമ്മിലുള്ള മൈനസ് ചെയ്താൽ 4ഉം കിട്ടും. ഇതാണ് നമ്മുടെ വേണ്ട റിക്വയർഡ് ഇക്വേഷൻസ്. സോ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാം ബൈ ഗ്രാഫിക്കൽ. എങ്ങനെ സോൾവ് ചെയ്യാം? x + y ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം x + y ഈക്വൽ ടു 10. അപ്പം എങ്ങനെ വരും? ബോക്സ് വരയ്ക്കുക. x y when x ഈക്വൽ ടു 0 y 10 0 10. അപ്പോൾ 10 10 എന്ന് പറയുന്ന പോയിന്റ് 10 0 0 10. ദെൻ അടുത്തത് x - y ഈക്വൽ ടു 4. അപ്പോൾ എന്ത് വരും? x y
0, എക്സിന് 0 കൊടുക്കുമ്പോൾ y വാല്യൂ -4, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ 4. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്? 0 -4ഉം 4 0. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കൊടുക്കാം. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. സോ 1 2 3 4 5 6 7 8 9 10 അപ്രോക്സിമറ്റ്ലി വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 10 0 കിട്ടും, 0 10 കിട്ടും, ഇവിടെ 10 0 കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കുമ്പോൾ അപ്പോൾ ഇത് കിട്ടും. അതേപോലെ ഇവിടെ -4 വരും, ഇവിടെ 4 0 വരും, ഇവ തമ്മിൽ കൂട്ടി വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ x = 7 കിട്ടും, y = 3 കിട്ടും. നിങ്ങൾ പ്രോപ്പർ ഗ്രാഫ് പേപ്പറിനകത്ത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാം. ഇനി ഇവിടെ ചോദിക്കുന്നു, ഓൺ കമ്പയറിംഗ് ദ റേഷ്യോസ് a1/a2, b1/c2, c1/c2, ഫൈൻഡ് ഔട്ട് വെദർ ദ ലൈൻസ് റെപ്രസെൻറ്റിംഗ് ഫോളോയിങ് പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് പാരലൽ ഓർ കോയിൻസിഡൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഏതാണ്? 5x - 4y + 8 = 0. ഇവിടെ a1 എന്താണ്? 5, b1 -4, c1 8. ഇവിടെ അടുത്ത ഇക്വേഷൻ 7x + 6y - 9 = 0. a1 എന്ന് പറയുന്നത് 7, b1 a2 ആണ്, a2, b2 എന്ന് പറയുന്നത് 6, c2 എന്ന് പറയുന്നത് -9. സോ കണ്ടുപിടിച്ച് നോക്കാം. a1/a2 എത്രയാണ്? 5/7. b1/b2 എന്താണ്? -4/6. c1/c2 എന്താണ്? 8/9. ആർ ദ ഈക്വൽ? നമുക്ക് ഫസ്റ്റ്ലി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം a1/a2 ക്ലിയർലി a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ഇംപ്ലൈസ് എന്തായിരിക്കും? നമ്മുടെ ടേബിൾ നോക്കി പറയുമ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. അതുകൊണ്ട് എന്ത് പറയാം? ഇംപ്ലൈസ് എക്സാക്ട്ലി 1 സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതുപോലെ ചെയ്ത് നോക്കാം. അടുത്തത് ഏതാണ്? ഞാൻ മൂന്നാമത്തെ ചെയ്യാം. 6x - 3y + 10 = 0. 2x - y + 9 = 0. സോ ഇവിടെ a1 = 6, a2 b1 = -3, c1 = 10, a2 = 2, b2 = -1, c2 = 9. സോ കണ്ടുപിടിക്കാം. a1/a2 എന്താണ്? 6/2 which is equal to 3 എന്ന് പറയാം. b1/b2 എന്താണ്? -3/-1, അതും 3 ആണ്. c1/c2 എന്ന് പറയുന്നത് 10/9. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ക്ലിയർലി a1/a2 = b1/b2 = 3 ബട്ട് നോട്ട് ഈക്വൽ ടു c1/c2. സോ അവിടെ നിന്ന് എന്ത് കിട്ടും? ഈ രണ്ട് ലൈൻസും എന്താണ്? These lines are parallel lines, അല്ലേ? These lines are parallel lines. സോ ഇതേപോലെ തന്നെയാണ് അടുത്തൊരു സെക്ഷൻ പ്രോബ്ലംസും വരുന്നത്. ഇതുപോലെ a1/a2 c1/c2 കൺസിഡർ ചെയ്ത് നോക്കിയാൽ കൺസിസ്റ്റൻ്റ് ആണോ കൺസിസ്റ്റൻ്റ് അല്ലയോ എന്ന് പറയാം. അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ സൊല്യൂഷൻസ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അല്ലാത്ത പക്ഷേ അതെന്തല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയി മാറും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതേപോലെ ഇതും ഈക്വേഷൻസ് ഉണ്ടെങ്കിൽ ഒബ്റ്റെയിൻഡ് സൊല്യൂഷൻ ഗ്രാഫിക്കൽ. അപ്പോൾ ഞാൻ തേണ്ട ഈ ഈക്വേഷൻ മൂന്നാമത്തത് സോൾവ് ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 2x + y - 6 = 0യും 4x - 2y - 4 = 0യും സോൾവ് ചെയ്യാൻ പോകാം. അപ്പോൾ a1 = b1 = c1 = a2 = b2 = c2 = വേഗം പറയാം. a1 എന്താണ്? 2,
1 minus 6, 4 minus 2 minus 4. a1 by a2 എന്താണ്? 2 by 4. b1 by b2 എന്താണ്? 1 by minus 2 അല്ലേ? c1 by c2 എന്താണ്? minus 6 by minus 4. സോ എന്ത് പറയാം, നമുക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലേ ഈക്വേഷൻസിന്? ഇത് കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ എന്താ കിട്ടുന്നത് നമുക്ക്? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 എന്ന് പറയാം പറ്റില്ലേ? ഇംപ്ലൈസ് കൺസിസ്റ്റൻ്റ് ആണ്. സോ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്കിനി സൊല്യൂഷനിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് കേസിൽ 2x പ്ലസ് y ഈക്വൽ ടു 6 എന്ന് പറയാം. അതിനെ -6 ഈക്വൽ ടു 0 ആയത് ഇങ്ങനെ എഴുതാം. അപ്പം വരയ്ക്ക് നോക്കാം. എക്സ് വൈ x when x equal to 0, y equal to 6. When y equal to 0, 2x equal to 6, x equal to 3. 3 പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 0, 6ഉം 3, 0. അടുത്തത് 4x മൈനസ് 2y ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എന്ത് പറയാം? സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കണം. എക്സ് വൈ വെൻ എക്സ് ഈക്വൽ ടു 0, മൈനസ് 2y ഈക്വൽ ടു 4. അപ്പോൾ y എന്ന് പറയുന്നത് -2 കിട്ടും അല്ലേ? വെൻ y ഈക്വൽ ടു 0, 4x ഈക്വൽ ടു 4, x ഈക്വൽ ടു. അപ്പോൾ നമുക്ക് കിട്ടും 0, -2, 1, 0. ഈ ഇത്രയാണ് പോയിന്റ്സ്. ഇനി നമുക്ക് ഈ ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യണം. So 1, 2, 3, 4, 5, 6. 1, 2, 3, 4. തൽക്കാലം മതി. -1, -1, -2, -7 നോക്കാം. ഒന്നാമത്തെ പോയിന്റ് 0, 6. 0, 6 എന്ന് പറയുമ്പോൾ ഇവിടെ വരുമല്ലേ? മുകളിലോട്ട് കുറച്ചുകൂടെ വരയ്ക്കണം. 5, 6 ഇവിടെ. അടുത്തത് 3, 0. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് ഒരു ലൈൻ വയ്ക്കാം. ഓക്കെ, നിങ്ങൾ നല്ലതായിട്ട് വരയ്ക്കണം. ഇത് വരയ്ക്കുന്നതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എഴുതണം. നിങ്ങൾ താഴോട്ട് എഴുതണം. 2x പ്ലസ് y ഈക്വൽ ടു 6. അടുത്തത് 0, 2. 0, -2. 0, -2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 1, 0 എന്ന് പറയുന്നത് ഇവിടെ വരും. സോ അത് കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ വരും. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇതാണ് നമ്മുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് 2 ആണെന്ന്. നമ്മളിത് ഗ്രാഫ് പേപ്പറിൽ വരച്ചാലേ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. 2, 2 എന്ന് പറയുന്ന പോയിൻ്റാണ് കിട്ടുന്നത്. അതായത് x ഈക്വൽ ടു 2, y ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻറ്റ്സാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും എഴുതി വെച്ചാൽ മതി. ഗ്രാഫ് പേപ്പറിൽ വരച്ചാലേ കൃത്യം സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. നമുക്കത് വരച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ whose length is 4 meter more than its width. Find the dimension of the garden. അപ്പം ഒരു റെക്റ്റാങ്കുലർ ഗാർഡൻ ഉണ്ട്. റെക്റ്റാങ്കുലർ ഗാർഡൻ്റെ ഹാഫ് ദ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കുലർ ഗാർഡൻ. ആ റെക്റ്റാങ്കുലർ ഗാർഡൻ്റെ ഹാഫ് ദ പെരിമീറ്റർ എന്ന് പറയുന്നത് ഹൂസ്
whose length is 4 meter more than its breadth. അപ്പം നമുക്ക് let x be the അപ്പം ഇവിടെ നമ്മൾ let x be the length എന്ന് എടുക്കാം ആൻഡ് y be breadth അല്ലെങ്കിൽ width എന്ന് എടുക്കാം y be the width. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന 4 ആണ്. പിന്നെ ഒരു കാര്യം ഹാഫ് പെരിമീറ്റർ എന്ന് 2 × x + y, അതിൻ്റെ ഹാഫ് അതെന്ന് പറയുന്നത് 36 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? x + y എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് x - y = 4ഉം x + y = 36. നിങ്ങൾക്കിത് സോൾവ് ചെയ്യാമല്ലോ, ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക. ഗ്രാഫിക്കലി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x + y = 36 ആണെങ്കിൽ പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? xy 0 36 0 36 അതാണ് പോയിൻ്റ്. അപ്പം 0 നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ x + y = a ആണെങ്കിൽ ആ പോയിൻറ്റ്സ് എപ്പോഴും 0a-യും a0-യും ആയിരിക്കും. ഓക്കെ, അതൊരു ജനറലായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് 0 36ഉം 36 0-യുമാണ്. അടുത്തത് x - y = 4 ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? xy 0, അപ്പോൾ 4 -4ഉം 0 4ഉം ആയിരിക്കും. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ പോയിൻറ്റ്സ് എല്ലാം എടുത്ത് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ കിട്ടുന്നത് x = 20 എന്നും y = 16 എന്നുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. ഇനി നിങ്ങൾ അടുത്ത 2 പ്രോബ്ലംസ് കൂടെ ഉണ്ട്. ആ 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. മെയിൽ ഐ ഡി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് മെയിൽ ഐ ഡി. ഇതിലേക്കൊന്ന് മെയിൽ ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, സോ ഇന്നത്തെ ബാക്കി അടുത്ത പാർട്ട് ഞാൻ അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ ഇട്ടേക്കാം. സോ കൺക്ലൂഡിങ് നൗ, താങ്ക് യു.